Hi, welcome to my channel Shobana Academy for Competitive Examination. നമ്മൾ ഇന്ന് ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബൈൻഡർ ഗ്രേഡ് 2ൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിലെ 20 ക്വസ്റ്റ്യൻസ് ആണ്. സമയം കളയുന്നില്ല, ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് എടുക്കാം. ന്യൂനപക്ഷങ്ങളുടെ താൽപര്യ സംരക്ഷണം ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിൽ ഉൾപ്പെടുന്നു? ആൻസർ ഈസ് ആർട്ടിക്കിൾ 29. Second question. ഡൽഹിക്ക് ദേശീയ തലസ്ഥാന പദവി നൽകുന്ന ഭരണഘടനാ ഭേദഗതി ഏതാണ്? ആൻസർ ഈസ് ഓപ്ഷൻ ഡി 69-ാം ഭേദഗതി. ഇന്ത്യ വിഭജനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കൃതി ദി അതർ സൈഡ് ഓഫ് സൈലൻസ്, നിശബ്ദതയുടെ മറുപുറം, രചിച്ചത് ആര്? ആൻസർ ഈസ് ഉർവശി ബൗട്ടാലിയ. ജീവിതം ഒരു സമരം ആരുടെ ആത്മകഥയാണ്? അക്കാമ ചെറിയാൻ. 2 പ്രിലിംസ് ഇപ്പോൾ കഴിഞ്ഞു. അതിൽ കൂടുതൽ ചോദ്യം ചോദിച്ചിരിക്കുന്നത് അക്കാമ ചെറിയാനെ കുറിച്ചാണ്. കെ ദേവയാനി ഏത് സമരത്തിൻ്റെ സമരനായികയാണ്? കരിവെള്ളൂർ സമരം. തവനൂർ റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്ഥാപകനായ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? കെ കേളപ്പൻ. മലയാളത്തിലെ ആദ്യ സായാഹ്ന പത്രമായ പ്രദീപത്തിന്റെ സ്ഥാപകൻ തെരുവത്ത് രാമൻ. 65ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം നേടിയ മികച്ച സിനിമ വില്ലേജ് റോക്ക് സ്റ്റാർസ് ഏത് ഭാഷയിലുള്ള സിനിമയാണ്? ഉത്തരം ആസാമീസ്. 9ാമത്തെ ക്വസ്റ്റ്യൻ. കാലടി അദ്വൈതാശ്രമത്തിന്റെ സ്ഥാപകനായ സാമൂഹ്യ പരിഷ്കർത്താവ്? സ്വാമി ആഗമാനന്ദ. ഇതിലൊരു കൺഫ്യൂഷൻ വരുന്നത് അദ്വൈതാശ്രമം ആലുവയിലുള്ളത് ശ്രീനാരായണ ഗുരുവാണ്. തിരുവിതാംകൂർക്കാർക്ക് ഈ മുദ്രാവാക്യം ഉയർത്തിയത് മലയാളി മെമ്മോറിയൽ. സരസകവി മൂലൂർ എസ് പത്മനാഭ പണിക്കരുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ഇലവുംതിട്ടയിലാണ്. കൊടുങ്കാറ്റിന്റെ മാറ്റുലി എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? എ കെ ഗോപാലൻ. പാമ്പാടി ജോൺ ജോസഫ് താഴെ പറയുന്ന ഏത് സംഘടനയുടെ സ്ഥാപകനാണ്? ചേരമർ മഹാസഭ. ഡോക്ടർ ഹെർമൻ കുണ്ടട്ട് തലശ്ശേരിയിൽ നിന്നും രാജ്യസമാചാരം പത്രം പ്രസിദ്ധീകരിച്ച വർഷം? 1847. നമ്മളുടെ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് കൃത്യം 100 വർഷം മുമ്പ്. ആത്മബോധോദയ സംഘത്തിന്റെ സ്ഥാപകൻ? ശുഭാനന്ദ ഗുരുദേവൻ. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ അതിക്രമങ്ങളെ തടയുന്നതിനായി കേരള ഗവൺമെന്റ് നടപ്പിലാക്കുന്ന പദ്ധതി? കൈത്താങ്. പഹൽ പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടതാണ്? പാചകവാതക സബ്സിഡിയുടെ വിതരണം. പ്രധാനമന്ത്രി മുദ്ര യോജന ആരംഭിച്ച വർഷം? ഏപ്രിൽ 8, 2015. ഇന്ത്യയിൽ ഗാന്ധിജി നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹ സമരം താഴെ പറയുന്നതിൽ ഏതാണ്? ചമ്പാരൻ സത്യാഗ്രഹം. ഇത് പ്രിലിംസിന് ചോദിച്ചു കഴിഞ്ഞു. ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നത് ആരാണ്? സരോജിനി നായിഡു. ഇതാണ് നമ്മളുടെ 20 ചോദ്യങ്ങൾ. താങ്ക് യു ഫോർ ലിസണിങ്. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പറുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.